നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നെഹ്റു കുടുംബത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം കയ്യിൽ ഇട്ട് അമ്മാനമാടിയ നെഹ്റു മുതൽ തുടങ്ങി അതേ കുടുംബത്തിലെ ഇളം തലമുറ സന്തതികളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയിലും എത്തി നിൽക്കുന്ന രാഷ്ട്രീയ വാഴ്ചയുടെ ചരിത്രം പരിശോധിച്ചാൽ എന്നും വിവാദങ്ങളും അപവാദങ്ങളും നിഗൂഢതകളും നിറഞ്ഞതായിരുന്നു. മുമ്പൊക്കെ രാജഭരണകാലത്ത് സന്തതി പരമ്പരകളിലൂടെ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ രാഷ്ട്രീയത്തിലും അത്തരം പ്രവണതകൾ തുടരുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നെഹ്റു കുടുംബത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറയിലുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന അസ്വാഭാവിക സംഭവങ്ങളെ പരിശോധിക്കാനാണ്. പ്രിയങ്ക ഗാന്ധി വിവാഹം കഴിച്ചിരിക്കുന്നത് മൊറാദാബാദിലെ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായ റോബർട്ട് വദ്രയെയാണ്. ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ബന്ധം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമുന്നത കുടുംബത്തിൽ പിറന്ന ഒരു രാജകുമാരിയെപ്പോലെ ജീവിച്ച പ്രിയങ്കയും ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൽ ജനിച്ച റോബർട്ട് വദ്രയും തമ്മിൽ യാതൊരു സമാനതയും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇവർ വിവാഹിതരായത് എല്ലാവരിലും അത്ഭുതവും ജനിപ്പിക്കുകയുണ്ടായി. റോബർട്ട് വദ്രയുടെ കുടുംബത്തിൽ സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ച് അധികമാർക്കും അറിയില്ല. വദ്ര കുടുംബത്തിൻ്റെ കുടുംബജീവിതം തന്നെ അസ്വസ്ഥതകൾ നിറഞ്ഞതായിരുന്നു. റോബർട്ട് വദ്രയുടെ പിതാവ് രാജേന്ദ്ര വദ്രയും അമ്മ മൗറീൻ വദ്രയും തമ്മിൽ പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു. അമ്മ ഡൽഹിയിൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത്. റോബർട്ട് വദ്രയ്ക്ക് ഒരു സഹോദരനും സഹോദരിയും ഉണ്ടായിരുന്നു. സഹോദരി മിഷേൽ വദ്ര, സഹോദരൻ റിച്ചാർഡ് വദ്ര. മിഷേൽ വദ്ര പ്രിയങ്ക ഗാന്ധിയുടെ സഹപാഠിയും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായിരുന്നു. മിഷേൽ വദ്രയിലൂടെയാണ് റോബർട്ട് വദ്ര പ്രിയങ്കയെ പരിചയപ്പെടുന്നതും ആ സൗഹൃദം വിവാഹത്തിൽ കലാശിക്കുന്നതും. ഇതിൻ്റെ സൂത്രധാരയായിരുന്നു മിഷേൽ വദ്ര എന്ന് വേണമെങ്കിൽ പറയാം. 2001 ഏപ്രിലിൽ മിഷേൽ വദ്ര രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നും കാറിൽ ഡൽഹിയിലേക്ക് വരുന്ന വഴിയിൽ കാർ മറിഞ്ഞ് അപകടമരണം സംഭവിക്കുന്നു. എന്നാൽ ഈ അപകടമരണം അധികം വാർത്താപ്രാധാന്യം നേടാതെ പോയി എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പത്രത്തിൻ്റെ ചരമകോളത്തിൽ ഒരു ചെറു വാർത്തയായി അത് അവസാനിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിൻ്റെ സഹോദരി മാത്രമല്ല, പ്രിയങ്കയുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്ന മിഷേൽ വദ്രയുടെ മരണം ഒരു വാർത്തയാവാതെ അവസാനിച്ചത് എന്തുകൊണ്ടാവാം? അന്ന് രാജസ്ഥാനിൽ ഭരണം നടത്തിയിരുന്നത് അശോക് ഗെഹ്ലോട്ടിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ആയിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സംഭവം അങ്ങനെ തേഞ്ഞു മാഞ്ഞുപോയി. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. 2007 ഹൈവേയുടെ സമീപത്ത് മദ്യഷാപ്പുകൾ നിരോധിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നു. ഇതുമൂലം റോഡപകടങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ റോബർട്ട് വദ്രയുടെ ഒരു ട്വീറ്റ് വന്നു. ഹൈവേയുടെ ഓരങ്ങളിൽ മദ്യഷാപ്പുകൾ ഉള്ളതുകൊണ്ടാണ് തൻ്റെ സഹോദരി മരണപ്പെട്ടത് എന്നായിരുന്നു ട്വീറ്റ്. 2001 നടന്ന സംഭവത്തിന് 2007 ന്യായീകരണം. 2003 മൊറാദാബാദിലെ ഒരു ഹോട്ടലിൽ റോബർട്ട് വദ്രയുടെ സഹോദരൻ റിച്ചാർഡ് വദ്ര ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ട് വരുന്നു. എന്നാൽ ഇതും വാർത്തകളിൽ ഇടം പിടിക്കാതെ പോയി. ആത്മഹത്യയുടെ കാരണങ്ങളോ ഒന്നും ചർച്ചയിൽ വന്നില്ല. അന്ന് UP ഭരിച്ചിരുന്നത് മുലായം സിംഗ് യാദവ് ആയിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. മുലായം സിംഗ് എന്നും കോൺഗ്രസിനൊപ്പം ആയിരുന്നല്ലോ. 2002 മറ്റൊരു പ്രധാന സംഭവം നടന്നു. റോബർട്ട് വദ്രയുടേതായി പത്രങ്ങളിൽ ഒരു പരസ്യം വന്നു. തനിക്ക് തൻ്റെ പിതാവുമായോ സഹോദരങ്ങളുമായോ യാതൊരു ബന്ധവും ഇല്ല എന്നായിരുന്നു ആ വാർത്ത. ഈ വിവരം എല്ലാ അധികാരികളെയും അറിയിക്കുകയും ചെയ്തു. ഇതിന് കാരണമായി പറയുന്ന ഒരു സംഭവം, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെ റോബർട്ട് വദ്രയുടെ പിതാവ് സന്ദർശിച്ച് ഒരു സർക്കാരിൻ്റെ കോൺട്രാക്റ്റ് നേടുന്നതിനായി കൊട്ടേഷൻ നൽകുകയുണ്ടായി. ആ കൊട്ടേഷനോടൊപ്പം വെച്ച വിസിറ്റിംഗ് കാർഡിൽ പെൻസിൽ കൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർതൃപിതാവ് എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ചെറിയ തോതിൽ പിച്ചളയുടെ വ്യാപാരം ചെയ്തിരുന്ന അദ്ദേഹത്തിന് ഓർഡർ ലഭിക്കുന്നതിനായി ചെയ്ത ഒരു ചെറിയ ട്രിക്കായിരുന്നു. എന്നാൽ അത്
തൻ്റെ സ്വപ്നങ്ങളെ ചാരമാക്കുന്ന നടപടിയായിരുന്നെന്ന് ആ പാവം മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല. ഇത് വിവാദമാവുകയും അങ്ങനെ യാതൊരു സഹായവും നൽകരുതെന്ന് അധികാരികളെ റോബർട്ട് വധര വിലക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് കുടുംബവുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുവെന്നുള്ള പരസ്യം പത്രങ്ങളിൽ വന്നത്. 2009 രാജേന്ദ്ര വധര ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ ലിവർ സ്ക്ലിറോസിസിന് ചികിത്സ നടത്തിയിരുന്നു. രോഗം വളരെ ഭേദമാവുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ഡൽഹിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ തേപ്പ് പെട്ടിയുടെ കേബിളിൽ തൂങ്ങി മരിച്ചതായ വാർത്തയാണ് നമ്മൾ അറിയുന്നത്. ഈ വാർത്തയും ആരാലും ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നത് ശ്രദ്ധിക്കണം. രോഗം മൂർച്ഛിച്ചു മരിച്ചതാണെന്ന വ്യാഖ്യാനവും വന്നു. എന്നാൽ ഇതും രഹസ്യമായി അവസാനിച്ചു. അങ്ങനെ വധരയുടെ കുടുംബത്തിലെ 3 പേർ, പിതാവ്, സഹോദരൻ, സഹോദരി, അസ്വാഭാവിക സാഹചര്യത്തിൽ മരണപ്പെടുന്നു. യാതൊരു വാർത്താ പ്രാധാന്യവും നേടാതെ എല്ലാം അമർത്തപ്പെടുന്നു. ഇതിൻ്റെ വിധി നിങ്ങൾക്ക് വിടുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.